നീറ്റ് എക്സാമിനേഷന് ഏതാനും ചില മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് റിസൾട്ടിനെ കുറിച്ച് അമിതമായി ചിന്തിച്ച് നിങ്ങൾ ആങ്ഷ്യസ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ഡോക്ടർ ആവണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം തന്നെ ഒരു കറേജുള്ള വ്യക്തിയാണ് നിങ്ങളെന്നതിൻ്റെ സൂചനയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതി ഒരുപാട് ടോപ്പിക്സുകൾ കവർ ചെയ്ത് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യു ആർ എ ഫൈറ്റർ. നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഇനി എന്താണ് വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും മെസ്സിക്കും റൊണാൾഡോക്കും ഇത്രയേറെ ആരാധകർ? കോഹ്ലിയും സച്ചിനും എന്തുകൊണ്ടായിരിക്കും ക്രിക്കറ്റ് ഇതിഹാസങ്ങളായി മാറിയത്? ഇവർ ടാലൻ്റുള്ള ആളുകളായി ജനിച്ചുകൊണ്ട് മാത്രമാണോ? നോ, അവരുടെ ഹാർഡ് വർക്കായിരിക്കും ഒരു പക്ഷേ അവരെ വിജയത്തിലേക്ക് എത്തിക്കുക. എന്നാൽ ഇവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണോ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത്? ലോക ജനതയുടെ പ്രതീക്ഷഭാരം മൊത്തം ചുമലിലേറ്റി ആത്മവിശ്വാസത്തോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്ത് അവർ മൈതാനത്ത് തീർക്കുന്ന പെർഫോമൻസ് ആയിരിക്കും ഒരുപക്ഷെ നമ്മളെ ആകർഷിച്ചിട്ടുണ്ടായിരിക്കുക. യെസ്, പെർഫോമൻസ് മാറ്റേഴ്സ്. ഹാർഡ് വർക്കും നീറ്റ് എക്സാമിലെ ആ 3 മണിക്കൂർ നിങ്ങൾ കാഴ്ചവെക്കുന്ന പെർഫോമൻസുമായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് ഫിയർ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റുപോകുമോ എന്നുള്ള പേടി, റിസൾട്ടിനെ കുറിച്ച് അമിതമായിട്ടുള്ള ചിന്ത. ലോക ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന മഹേന്ദ്ര സിംഗ് ധോണിയോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, എക്സ്ട്രീം പ്രഷറൈസ്ഡ് ആയ സിറ്റുവേഷനിൽ പോലും വളരെ കാമായി നിന്ന് കൃത്യമായി ഡിസിഷൻസ് എടുത്ത് ഇന്ത്യൻ ടീമിനെ എങ്ങനെയാണ് നയിക്കുന്നത് എന്ന്. അതിന് ധോണിയുടെ മറുപടി വളരെ സിമ്പിളാണ്. Very simple. Don't think about the result. It's a result that puts pressure on us. What if this happens? What if we don't win the game? What if we don't get selected? Thinking about the result never gives you result. Yes, don't think about result. You focus on process. Process is important than result. And result is a byproduct of process. മക്കളെ, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഹാർഡ് വർക്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ വിശ്വസിക്കുക. സമ്മർദ്ദങ്ങളെ സ്വപ്നത്തിലേക്ക് കുതിക്കാനുള്ള ഒരു ഊർജ്ജമാക്കിയെടുത്ത് ആത്മവിശ്വാസത്തെ കരുത്താക്കി ആ 3 മണിക്കൂറിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുക. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.